Hi all, welcome to 4Dogs Creations. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് Amazfit Neo എന്ന ഈ സ്മാർട്ട് വാച്ചിന്റെ ഒരു ബിഫോർ യു ബൈ വീഡിയോ ആണ്. എനിക്ക് ഈ വാച്ചിന്റെ കുറച്ച് കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാനിത് മേടിച്ചത്. നമുക്ക് ആ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾ ഇന്ന് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ Amazfit Neo മേടിക്കാൻ ആഗ്രഹിക്കുന്നവരോ ഓൾറെഡി മേടിച്ചിട്ട് ഇതിന്റെ ഫീച്ചേഴ്സ് അറിയാനോ ആഗ്രഹിക്കുന്നവരായിരിക്കും. അങ്ങനെയെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. കാരണം ഞാൻ ഇത് 2 പ്രോഡക്റ്റ് മേടിച്ചിരുന്നു ഫ്ലിപ്കാർട്ടിൽ നിന്ന്. അതില് ഒരെണ്ണം ഡിഫക്റ്റീവ് ആയിരുന്നു. ആ ഡിഫക്ട്സ് എന്താണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. Amazfit Neo ഇതൊരു ടിപ്പിക്കൽ സ്മാർട്ട് വാച്ച് അല്ല. ഇതിന് കുറച്ച് സവിശേഷതകളുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതൊരു നോർമൽ ഡിജിറ്റൽ വാച്ചിന്റെ ഒരു ലുക്കാണ് ഇതിനുള്ളത്. ലുക്ക് ആൻഡ് ഫീൽ ആണുള്ളത്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഡിജിറ്റൽ ആണെന്ന് തോന്നിപ്പിക്കാത്ത ഒരു തരം ഡിസ്പ്ലേ, അതായത് കളർ അല്ലാത്ത പഴയ തരം കാസിയോ വാച്ചുകളിലുള്ള പോലത്തെ ഒരു ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ടച്ച് സ്ക്രീനോ അങ്ങനെ അനാവശ്യമായിട്ട് ഫങ്ഷണാലിറ്റീസ് ഒന്നുമില്ല. ഒരു ബേസിക് വാച്ചിന്റെ ഫീച്ചേഴ്സുകൾ തന്നെ ഇതിനകത്തും ഉള്ളൂ. കൂടാതെ ഇതിനകത്ത് നമുക്കൊരു ഹാർട്ട് റേറ്റ് സെൻസിങ്ങും സ്ലീപ്പ് മോണിറ്റർ അനാലിസിസും പേഴ്സണൽ ആക്ടിവിറ്റി ഇൻഡിക്കേറ്ററും ലഭിക്കുന്നുണ്ട്. ഈ സ്മാർട്ട് വാച്ചിന്റെ എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു സവിശേഷതയാണ് ഇതിന്റെ ബാറ്ററി ലൈഫ്. എപ്പോഴും ഓണായിരിക്കുന്ന ഡിസ്പ്ലേ ഉണ്ടായിട്ടും ഇതിന്റെ എല്ലാ സെൻസറുകളും എപ്പോഴും വർക്ക് ചെയ്തിട്ടും എനിക്ക് 4 ദിവസം കണ്ടിന്യൂസ് ഞാനിപ്പോൾ യൂസ് ചെയ്ത് കഴിഞ്ഞു 75% ബാറ്ററി റിമെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഒരു 16 ദിവസം എല്ലാ ഫീച്ചേഴ്സും ഓണായിട്ട് ഞാൻ രാവിലെ ഇപ്പോൾ ഓടാനൊക്കെ പോയിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തിട്ടും എനിക്ക് 16 ദിവസം ബാറ്ററി ബാക്കപ്പ് കിട്ടുമെന്ന് പറയുന്നത് വളരെ മികച്ച ഒരു കാര്യമാണ്. ഞാനിപ്പോ ഒരു 5 കിലോമീറ്റർ ഓടിയിട്ടൊക്കെ വന്നു. എന്റെ കയ്യിൽ നല്ല വിയർപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിന്റെ സ്ട്രാഫ് നല്ലൊരു ക്വാളിറ്റിയുള്ള സംഭവം ആയതുകൊണ്ട് ഇതിന്റെ റബ്ബർ അല്ലെങ്കിൽ ഫൈബർ ടൈപ്പ് വാച്ചാണ്. എനിക്ക് യൂഷ്വലി പണ്ടൊരു സൊണാറ്റയുടെയും ഒരു ഫാസ്റ്റ് ട്രാക്കിന്റെ ഒരു വാച്ച് ഉണ്ടായിരുന്നു. എന്റെ സ്വെറ്റ് കാരണം അത് കുറച്ച് ഡീഗ്രേഡ് ചെയ്ത് പോയിട്ട് പൊടിഞ്ഞു പോകുന്നുണ്ടായിരുന്നു ആ ഫൈബർ വാച്ചുകളുടെ സ്ട്രാപ്പ്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഈ വാച്ചിനകത്ത് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അത് വളരെയധികം ക്വാളിറ്റി ഉള്ളൊരു ബിൽഡാണ്. പിന്നെ ഇതിന്റെ ഡിസ്പ്ലേ അകത്തോട്ട് കുഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് സ്ക്രാച്ചസ് വീഴത്തില്ല. അപ്പൊ എനിക്ക് ഡേ ടു ഡേ ലൈഫിൽ ഭയങ്കര ഈസി ആയിട്ട് യൂസ് ചെയ്യാം. ലൈറ്റ് വെയിറ്റുമാണ്. എന്തുകൊണ്ടാണ് ഈ വീഡിയോ ബിഫോർ യു ബൈ വീഡിയോ ആയത്? അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ആ കാരണങ്ങളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഇതുപോലത്തെ 2 വാച്ച് ഓർഡർ ചെയ്തിരുന്നു. അതില് ഒരു വാച്ച് ഡിഫക്റ്റീവ് ആയിരുന്നു. അതിൽ കണ്ട മെയിൻ 2 ഡിഫക്ട്സ് എന്ന് പറയുന്നത് അതിന്റെ ഹാർട്ട് റേറ്റ് സെൻസർ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. ലൈറ്റ് ഒന്നും കത്തുന്നില്ലായിരുന്നു ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പൊ എനിക്ക് അതുകൊണ്ട് ഹാർട്ട് റേറ്റ് മോണിറ്റർ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഉള്ളൊരു കേസ്, അതിന്റെ ഫോണുമായിട്ടുള്ള പെയറിങ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അത് നമ്മൾ ഫോൺ എന്തെങ്കിലും കാരണവശാൽ ബ്ലൂടൂത്ത് ഡിസ്കണക്ട് ആയിട്ടുണ്ടെങ്കിൽ അതിന് ടൈം എല്ലാം തെറ്റുന്നതായിട്ട് വന്നു. ഈ 2 കാരണങ്ങൾ ഞാൻ ആ പ്രോഡക്റ്റ് റിട്ടേൺ കൊടുത്തു. അപ്പൊ നിങ്ങളൊരു പ്രോഡക്റ്റ് മേടിക്കുമ്പോൾ ഇങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഇല്ലെന്ന് ആദ്യം തന്നെ ഉറപ്പുവരുത്തുക. റിട്ടേൺ പീരീഡിൽ തന്നെ റിട്ടേൺ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഈ വാച്ചിന്റെ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞല്ലോ. ഇതിന് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഞാൻ കണ്ടത്. ഇതിന് ഒരു ബിൽറ്റ് ഇൻ GPS ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആക്ടിവിറ്റി ട്രാക്ക് ചെയ്യുമ്പോൾ അതിന്റെ ആക്യുറസി കുറവുണ്ട്. ഞാനിപ്പോൾ ഒരു ഓടാൻ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഫോൺ ഇല്ലാണ്ടാണ് പോകുന്നതെങ്കിൽ അതിന്റെ ഡിസ്റ്റൻസ് കാണിക്കുന്നതിൽ ചെറിയ പിഴവുണ്ട്. പിന്നെ ഇതിനൊരു ബിൽറ്റ് ഇൻ വൈബ്രേറ്റർ ഇല്ല. ഇതിനൊരു സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിലും രാവിലെ എണീക്കാൻ നേരത്തെ സൗണ്ട് കേട്ടാൽ ഞാൻ ചിലപ്പോൾ എണീക്കത്തില്ല. യൂഷ്വലി അലാം അടിക്കുമ്പോൾ എണീക്കുക. പക്ഷെ ഒരു വൈബ്രേറ്റർ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ എന്റെ കയ്യിൽ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഞാൻ എണീക്കുമായിരുന്നു. അപ്പൊ അതൊരു മിസ്സിംഗ് ഫീച്ചറാണ്. പിന്നെ ഇതിന്റെ ആപ്പ് വളരെ അധികം യൂസർ ഫ്രണ്ട്ലി ആണ്, പക്ഷെ ഒട്ടും ഫീച്ചർ റിച്ച് അല്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എനിക്ക് നോട്ടിഫിക്കേഷൻസോ വാട്സാപ്പ് നോട്ടിഫിക്കേഷനോ ഒക്കെ ഞാൻ പലപ്പോഴായിട്ട് എടുക്കാൻ നോക്കുന്നുണ്ട് ഇതിൽ കൂടെ. പക്ഷെ എനിക്കൊന്നും കിട്ടുന്നില്ല. എനിക്ക് ആപ്പാടെ കിട്ടിയത് കോള് വരുമ്പോൾ എന്റെ പേര് ഫസ്റ്റിലെ ഒന്ന് എഴുതി കാണിക്കും, പിന്നീട് ഇൻകമിങ് കോൾ എന്ന് മാത്രമേ എഴുതി കാണിക്കുന്നുള്ളൂ. അപ്പോൾ അത് ഇങ്ങനത്തെ ഒരു കുഞ്ഞു ഡിസ്പ്ലേയിൽ, അതായത് കുറച്ച് ഡോട്ട്സ് മാത്രമേ മേളിലുള്ളൂ. താഴെയെല്ലാം നോർമൽ ഒരു ഡിജിറ്റൽ വാച്ചിന്റെ പോലെ ന്യൂമറിക്സ് മാത്രമേ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് ക്യാരക്ടേഴ്സ് അധികം സപ്പോർട്ട് ചെയ്യത്തില്ല. കൂടുതൽ ഇൻഫർമേഷൻ ഇതിന് ഡിസ്പ്ലേക്ക് കാണിക്കാൻ സാധിക്കത്തില്ല. ഞാനിത് വാട്ടർ പ്രൂഫ് ടെസ്റ്റ് നടത്തി നോക്കി. 1-2 പ്രാവശ്യം മഴയത്ത് പോയിരുന്നു. പക്ഷെ ഇത് വളരെ ലൈറ്റ് ആയിട്ടുള്ള മഴയാണ്. അത് പോരാത്തത് കൊണ്ട് ഞാൻ ഇതൊരു ബക്കറ്റിലും ഡ്രോപ്പ് ചെയ്ത് ഒരു 30 മിനിറ്റോളം നോക്കി. പക്ഷെ ഇതിന്റെ കീസ് എല്ലാം റെസ്പോണ്ടിങ് ആയിരുന്നു. വെള്ളത്തിലായിരുന്നപ്പോഴും സാധാരണ ഒരു ടച്ച് ഡിസ്പ്ലേ ഉള്ള ഒരു സ്മാർട്ട് വാച്ച് ഉപയോഗിക്കുമ്പോൾ വെള്ളം പറ്റിയിരുന്നു കഴിഞ്ഞാൽ ടച്ച് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. പക്ഷെ ഇതിന് അങ്ങനെ ഒരു കുഴപ്പമില്ല. ഇത് എത്ര വെള്ളത്തിലും ഇത് എല്ലാ ഫംഗ്ഷനാലിറ്റീസും നമുക്ക് അതുപോലെ തന്നെ ചെയ്യാൻ പറ്റും.
ഈ വാച്ചിന്റെ ഒരു ഓവറോൾ റിവ്യൂ പറയുകയാണെങ്കിൽ, ഒരു റിട്രോ ലുക്കുള്ള സ്മാർട്ട് വാച്ചാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇത് നിങ്ങൾക്ക് തീർച്ചയായും അനുയോജ്യമാണ്. അതേസമയം നിങ്ങൾക്ക് ഫീച്ചർ റിച്ച് ആയിട്ടുള്ള ഒരു സ്മാർട്ട് വാച്ചാണ് ആവശ്യമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇത് സജസ്റ്റ് ചെയ്യില്ല. കാര്യം ഇതിനകത്ത് കുറെ ഫീച്ചേഴ്സ് മിസ്സിംഗ് ആണ്. അതേസമയം മാർക്കറ്റിലുള്ള മറ്റ് സ്മാർട്ട് വാച്ചുകൾക്ക് ആ ഫീച്ചേഴ്സ് എല്ലാം ഇതേ വിലയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നുമുണ്ട്. ഇത്രയും ഫീച്ചേഴ്സ് സാക്രിഫൈസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? സോ തിങ്ക് ബിഫോർ യു ബൈ. Until then, bye bye.